നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് മൂന്നിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധിച്ചു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ നടത്തുന്ന റോഡ് ഉപരോധത്തിന്റെ ഭാഗമായാണ് തലപ്പാറയിൽ യൂത്ത് ലീഗ് മൂന്നിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധിച്ചത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ കളിയാട്ടമുക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭരണകൂടമാണ് വീട്ടമ്മയുടെ മരണത്തിന് കാരണമെന്നും പണി പൂർത്തീകരിച്ച കെട്ടിടം തുറന്നു നൽകാതെ പഴയ കെട്ടിടം തുടർന്ന് പ്രവർത്തിപ്പിച്ചതാണ് ബിന്ദു മരിക്കാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ തൻ്റെ പ്രിയപ്പെട്ട മകൾ താൻ 10-20 വർഷക്കാലം താൻ ജോലി ചെയ്തു തൻ്റെ മകളെ വിദ്യാസമ്പന്നയാക്കി എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് തൻ്റെ മകളെ കൊണ്ടെത്തിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മാതാവ് തൻ്റെ മകളുടെ ഒരു ഓപ്പറേഷനുമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ്. ആ മകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പകൽ സമയങ്ങളിൽ അന്യ വീടുകളിൽ പോയി ജോലി ചെയ്തുകൊണ്ട് ആ മാതാവ് ഒരുക്കുകയാണ്. തൻ്റെ മകൾ ആശുപത്രിയിലായപ്പോൾ ആ മകളെ സംരക്ഷിക്കാൻ, ആ മകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി, ഒരു മാതാവിൻ്റെ കടമ നിർവഹിക്കാൻ വേണ്ടി ആ ആശുപത്രിയിലെത്തിയ പാവപ്പെട്ട ആ വീട്ടമ്മ ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട്, ഈ സർക്കാരിൻ്റെ ഉദ്ഘാടനം ചെയ്യാനുള്ള പൂതി കൊണ്ട്, മന്ത്രിയുടെ ഒഴിവില്ലാത്തത് കാരണം പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാതെ പഴയ കെട്ടിടത്തിലേക്ക് ആ ആളെ പറഞ്ഞയച്ചുകൊണ്ട് കൊലക്ക് കൊടുക്കുന്ന അതിദാരുണമായ അവസ്ഥ. ആ അവസ്ഥക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി നിന്നപ്പോ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായപ്പോ അഭിമന്യനായ പുതുപ്പള്ളിയുടെ MLA കേരളത്തിന്റെ ജനങ്ങളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരങ്ങളിൽ എന്നും ഉത്ഭവിക്കുന്ന ഒരു സഹജീവി സ്നേഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട പുത്രൻ ചാണ്ടി ഉമ്മൻ വന്നിട്ട് പറയാണ്, ഇവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്, ഫയർഫോഴ്സ് വരണം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞ് പുതുപ്പള്ളിയിലെ MLA എന്ന് പറഞ്ഞപ്പോ ആരോഗ്യമന്ത്രിയും കോട്ടയത്തെ MLA അല്ലെങ്കിൽ ഏറ്റുമാനൂരിലെ MLA നിയമസഭാ മണ്ഡലത്തിന്റെ അകത്തുള്ള കോളേജ് നിൽക്കുന്ന സ്ഥലത്തെ MLA വാസവൻ മിനിസ്റ്ററും വന്നിട്ട് പറയാണ്, അവിടെ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല. എവിടുന്ന് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി അത് പറഞ്ഞത്. ഒരു ഇൻഫർമേഷനും ആരോഗ്യമന്ത്രിക്കാരും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ആരോഗ്യമന്ത്രി ആ സ്പോട്ടിൽ ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നു. എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി 2 ദിവസമായിട്ടും തനിക്കങ്ങനെ വ്യാജമായ, തനിക്കങ്ങനെ ഇല്ലാത്ത റിപ്പോർട്ട് സമർപ്പിച്ച ആളെ സസ്പെൻഡ് ചെയ്യാൻ ആർജവം കാണിക്കാത്തത്? സുഹൈൽ പാറക്കടവ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. യു ഉമ്മർ കോയ, ജാഫർ ചേളാരി, ഷംസുദ്ദീൻ വെളിമുക്ക്, കുഞ്ഞോൻ തലപ്പാറ, PK മുസ്തഫ, താഹിർ കൂഫ, ജാഫർ വെളിമുക്ക്, ആബിദ് കുന്നത്ത് പറമ്പ, നൗഫൽ കൗമ, മുജീബ് പാറക്കൽ, അസീസ് ആലുങ്ങൽ, ജാഫർ കളത്തിങ്ങൽ പാറ,
ഹസീബ് കുണ്ടങ്കടവ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. റാഷിഖ് ചേളാരി, ഷാഫി CM, ആബിദ് ചേളാരി, ഷെഫീഖ് പാറാക്കാവ്, തൻവീർ വെളിമുക്ക്, മുസ്തഫ വെളിമുക്ക്, റാഫി ആലിഞ്ചുവട്, അഷ്റഫ് പാറാക്കാവ്, ഷാഫി കുന്നത്ത് പറമ്പ്, നാസർ കുണ്ടങ്കടവ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ. 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ.